നമസ്കാരം. പ്രധാന വാർത്തകൾ. ആംബുലൻസിന്റെ ചില്ല് തകർത്ത് പുറത്തേക്കോടി. പേവിഷബാധ ലക്ഷണങ്ങളുണ്ടായിരുന്ന രോഗി ഓടയിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം. പേവിഷബാധയുടെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിന്റെ ചില്ല് തകർത്ത് പുറത്തേക്കോടിയ രോഗിയെ ദുരൂഹ സാഹചര്യത്തിൽ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശി രവീന്ദ്രൻ, 50, ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം ഈഞ്ചയ്ക്കൽ ജംഗ്ഷന് സമീപമായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്: നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രവീന്ദ്രൻ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് പുലർച്ചെയാണ് 108 ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയത്. ആക്രമണം. ആംബുലൻസ് ഈഞ്ചയ്ക്കൽ ഭാഗത്ത് എത്തിയപ്പോൾ രോഗി പെട്ടെന്ന് പ്രകോപിതനാകുകയും ആംബുലൻസിനുള്ളിലെ ഉപകരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് വശത്തെ ചില്ല് അടിച്ചു തകർത്ത് ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. തിരച്ചിൽ. രോഗി ഓടിമറഞ്ഞതിനെ തുടർന്ന് ആംബുലൻസ് ജീവനക്കാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ വലിയ ഓടയിൽ രവീന്ദ്രനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മരണം. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർ നടപടികൾ. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആംബുലൻസിൽ നിന്ന് ചാടിയപ്പോഴുണ്ടായ പരിക്കാണോ അതോ പേവിഷബാധയുമായി ബന്ധപ്പെട്ട മറ്റ് ശാരീരിക പ്രശ്നങ്ങളാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു.